കുട്ടികളുമായി സംവദിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. കത്തോലിക്ക സഭയിലെ ആദ്യ ലോക ശിശുദിനത്തോടനുബന്ധിച്ച് വിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ദിനത്തിൽ വത്തിക്കാനിൽ ഒത്തുചേർന്നത് പതിനായിരക്കണക്കിന് കുരുന്നുകൾ. സമൂഹ ദിവ്യബലിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികനായി. കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും സഹകാർമ്മികരായി. വിവിധ രാജ്യക്കാരായ കുട്ടികളും അവരുടെ മാതാപിതാക്കളും വിശ്വാസികളും ഉൾപ്പെടെ 50,000-ലേറെ പേർ ഈ കൂടിച്ചേരലിൽ പങ്കുചേർന്നു. വർണ്ണാഭമായ തൊപ്പികൾ ധരിച്ച് സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് കുരുന്നുകളും മാതാപിതാക്കളും ഒരുമിച്ചത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികളിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഉൾപ്പെട്ടിരുന്നു. കുട്ടികൾക്ക് സന്ദേശം നൽകി മാർപ്പാപ്പ അവരുമായി സംവദിച്ചു. ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നാം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നതിനാൽ നാം എല്ലാവരും സന്തുഷ്ടരാണ്. വിശ്വാസം നമ്മെ സന്തോഷിപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എണ്ണിപ്പറഞ്ഞുകൊണ്ട് എത്ര ദൈവങ്ങളുണ്ട് എന്ന് മാർപ്പാപ്പ ചോദിച്ചു. 1 എന്ന് ഉത്തരം നൽകിയപ്പോൾ മാർപ്പാപ്പ അവരെ പ്രശംസിച്ചു. നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച, നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന, എന്നാൽ നാം അവനോട് എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് കുട്ടികളോട് മാർപ്പാപ്പ ചോദിച്ചു. ഞങ്ങളുടെ പിതാവേ എന്നായിരുന്നു കുട്ടികളുടെ ഉത്തരം. ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി യേശു നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നവനാണെന്ന് പാപ്പ കുട്ടികളോട് പറഞ്ഞു. മൂന്നാമതായി പരിശുദ്ധാത്മാവിനെ മാർപ്പാപ്പ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. പരിശുദ്ധാത്മാവ് ദൈവമായതിനാൽ അവൻ നമ്മുടെ ഉള്ളിലുണ്ട്. സ്നാനത്തിൽ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. കൂദാശകളിൽ നാം അവനെ സ്വീകരിക്കുന്നു. ജീവിതത്തിൽ നമ്മെ അനുഗമിക്കുന്നവനാണ് പരിശുദ്ധാത്മാവെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ചതനുസരിച്ചാണ് മെയ് 25, 26 തീയതികളിൽ കത്തോലിക്ക സഭയുടെ ആദ്യ ലോക ശിശുദിനാഘോഷം നടന്നത്. അടുത്ത ലോക കുട്ടികളുടെ ദിനം 2026 സെപ്റ്റംബറിൽ നടക്കുമെന്ന് ആഘോഷങ്ങളുടെ അവസാനം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു.